വന്ന സമ്പത്ത് ചെലവാകുന്നത് ഗുണകരമായിട്ടാണോ ദോഷകരമായിട്ടാണോ, ഏത് കാലയളവിലായിരിക്കും സമ്പത്ത് ഇല്ലാതായിട്ട് ദരിദ്രനാകാൻ സാധ്യത? ധനപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞു വെച്ചിരിക്കുന്ന കുറേ ദേവതകൾക്കും അതീതമായിട്ട് നമ്മുടെ ഗ്രഹനിലയിൽ ജീവിതത്തിൽ ദുഃഖം വരുത്താൻ, അല്ലെങ്കിൽ സാമ്പത്തിക ക്ലേശം വരുത്താൻ, അല്ലെങ്കിൽ സമ്പത്ത് തീരെ ഉള്ളതും കൂടെ പോയി കിട്ടാൻ സാധ്യതയുള്ള ഫലത്തെ ഒഴിവാക്കാൻ പറ്റിയ സാമ്പത്തിക ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ ജാതകത്തിൽ എന്തൊക്കെയാണ്? എങ്ങനെ അത് പരിഹരിക്കാം? എങ്ങനെ മറികടക്കാം? ഗ്രഹനിലയിൽ 2, 11 ഭാവങ്ങൾക്ക് വലിയ പ്രാധാന്യം സാമ്പത്തിക കാര്യങ്ങളിലുണ്ട്. 2, 11 എന്നീ ഭാവങ്ങളുടെ ഫലത്തെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മമായി പരിഗണിക്കണം. 2ാം ഭാവാധിപനും 11ാം ഭാവാധിപനും എവിടെ നിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. 2ാം ഭാവാധിപൻ സ്വക്ഷേത്ര ബലവാനായി വേറെ ഏതെങ്കിലും രാശികളിലുണ്ടെങ്കിൽ അത് ഗുണമായിട്ട് വരും. 2ാം ഭാവാധിപൻ മറ്റേതെങ്കിലും രാശികളിൽ ആയിട്ട് ഉച്ചക്ഷേത്ര ബലവാനായി വന്നാലും അത് ശുഭമായിട്ട് വരും. ഉച്ചക്ഷേത്ര 2ാം ഭാവാധിപനും 11ാം ഭാവാധിപനും സ്വക്ഷേത്ര ബലവാനോ ഉച്ചക്ഷേത്ര ബലവാനോ ആയി വന്നാൽ അത് സാമ്പത്തിക ലബ്ധിക്ക് ഗുണകരമായി വരും. 2ാം ഭാവത്തിലും 11ാം ഭാവത്തിലും രാഹു കേതുക്കളുടെ നിൽപ്പ് അത്ര ഗുണകരമായി വരികയില്ല. പിന്നെ 2ാം ഭാവത്തിനെ കൊണ്ട് സാമ്പത്തികമൊക്കെ ഉയർച്ച വരുമെന്ന് പറഞ്ഞാലും 4ാം ഭാവത്തിൽ പല ദോഷഗ്രഹങ്ങളുമാണ് നിൽക്കുന്നതെങ്കിലും 4ാം ഭാവാധിപനെ കൊണ്ട് ദോഷഫലങ്ങളാണ് ചിന്തിക്കേണ്ടി വരുന്നതെങ്കിലും സാമ്പത്തിക ക്ലേശം വരുമെന്നുള്ളതിനെ കുറിച്ച് പറയണം. 4ാം ഭാവത്തിന് ദോഷമാണെങ്കിൽ രോഗാതുരതയാൽ സാമ്പത്തിക നാശം വരും എന്ന് പറയണം. അപ്പോൾ സമ്പത്ത് എത്രമാത്രം ഉണ്ടാകുമെന്നുള്ളതിനെ കുറിച്ച് 2, 11 ഭാവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും 4ാം ഭാവം കൊണ്ടും 8ാം ഭാവം കൊണ്ടും 12ാം ഭാവം കൊണ്ടും 6ാം ഭാവം കൊണ്ടും നമുക്ക് വന്ന സമ്പത്ത് എങ്ങനെയെല്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്താൻ കഴിയും. അത് സന്താനങ്ങളെ കൊണ്ടുള്ള നഷ്ടപ്പെടലാണോ, ഭാര്യയെ കൊണ്ടുള്ള ധനം നഷ്ടപ്പെടലാണോ, മാതാപിതാക്കളെ കൊണ്ടുള്ള ധനം നഷ്ടപ്പെടലാണോ, സുഹൃത്തുക്കളെ കൊണ്ടുള്ള ധനം നഷ്ടപ്പെടലാണോ, രോഗം കൊണ്ടുള്ള ധനം നഷ്ടപ്പെടലാണോ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് ധനം നഷ്ടപ്പെടലാണോ എന്നുള്ളതെല്ലാം നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ സമ്പത്ത് ഉണ്ടാകാനുള്ള യോഗമുണ്ടെങ്കിലും അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി നോക്കണം സമ്പത്ത് നഷ്ടപ്പെടുത്താനുള്ള പ്രവണത ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന്. പ്രവണത അവരാക്കി ഉണ്ടാക്കുന്നതല്ല, അവർക്ക് ഈ ഗ്രഹങ്ങൾ ചെയ്തു വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകിൽ ധൂർത്തനാകാം, അല്ലെങ്കിൽ പല വിധത്തിലുള്ള ദോഷങ്ങളാലോ മറ്റ് പലവിധ കാര്യങ്ങളാലോ ധനം നഷ്ടപ്പെടുന്നതാകാം. സമ്പത്ത് വരുന്നത് പോലെ തന്നെ പ്രധാനമാണ് സമ്പത്ത് നഷ്ടപ്പെടാനുള്ള യോഗം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ സാമ്പത്തികമായ ഉയർച്ചയ്ക്കുള്ള യോഗമുണ്ടെന്ന് കണ്ടാലും അതുകൊണ്ട് ഇയാൾക്ക് അനുഭവ യോഗമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി 4, 6, 8, 12 രാശികളുടെ ഫലവും കൂടി ഗ്രഹനില അനുസരിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ആ രാശികളിൽ നിൽക്കുന്ന ഗ്രഹം ഏത്, ആ രാശിയുടെ അധിപനാര്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ നോക്കിയാൽ മാത്രമേ സമ്പത്ത് നിലനിൽക്കുകയുള്ളൂ എന്ന് അറിയാനൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ വന്ന സമ്പത്ത് ചെലവാകുന്നത് ഗുണകരമായിട്ടാണോ ദോഷകരമായിട്ടാണോ, ഏത് കാലയളവിലായിരിക്കും സമ്പത്ത് ഇല്ലാതായിട്ട് ദരിദ്രനാകാൻ സാധ്യത, ദരിദ്രനാകാതെ തന്നെ ഒരു സമനിലയിൽ നിൽക്കുകയാണോ, അല്ലെങ്കിൽ തീരെ ദാരിദ്ര്യത്തിലേക്ക് പോകാനാണോ സാധ്യത, ഇതെല്ലാം അറിയേണ്ടതാണ്. ഗ്രഹനില നോക്കിയിട്ട് സമ്പത്തിനുള്ള യോഗം, ധനികനായി ഇരിക്കാനുള്ള യോഗമുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതാണ്. ഗ്രഹനില അനുസരിച്ച് അതേ ധനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് അറിയേണ്ടതാണ്. ചിലർക്ക് ജീവിതം മൊത്തം ദാരിദ്ര്യം അനുഭവിക്കാനുള്ള യോഗം കാണും, അതുണ്ടോ എന്നറിയേണ്ടതാണ്. ചിലർക്ക് മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ധനം അനുഭവിക്കാനുള്ള യോഗമായിരിക്കും ഉള്ളത്, അതുണ്ടോ എന്നറിയേണ്ടതാണ്. ചിലർ യാതൊരു തരത്തിലും സാമ്പത്തികം ഉണ്ടാക്കുകയില്ല, മാതാപിതാക്കളോ സഹോദരങ്ങളോ ഒക്കെ ആർജിച്ച ധനം കൊണ്ട് ജീവിതം സുഖകരമായി പോകുന്നവരായിട്ടാണ് കാണുന്നത്. ചിലർക്ക് അങ്ങനെയുമല്ല, യാതൊരു വിധത്തിലും ധനം ഉണ്ടാവുകയുമില്ല, പിന്നെ മറ്റുള്ളവരിൽ നിന്ന് ലഭ്യമാകുന്നത് തന്നെ വളരെ കുറവുമായിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇതിനൊക്കെ കാരണമായിരിക്കുന്ന ഗ്രഹങ്ങൾ, അവയുടെ ദൃഷ്ടികൾ, അവയുടെ നിൽപ്പ് എന്ന് വെച്ചാൽ ഗ്രഹസ്ഥിതി, ഇതെല്ലാം കണക്കാക്കിയിട്ട് അതിനു വേണ്ടുന്ന പരിഹാരങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ളത്. സാമ്പത്തികം ഇന്നത്തെ കാലത്ത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമായതിനാൽ മറ്റുള്ളവരുടെ ഔദാര്യം പരമാവധി ലഭ്യമാകാൻ സാധ്യതയില്ലാത്ത
ഒരു സാമൂഹിക അന്തരീക്ഷമായതിനാൽ, എന്ന് വെച്ചാൽ അത്രമാത്രമുള്ള എത്തിക്സ് ഒക്കെ തീരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലയളവിലൂടെയാണ് പോകുന്നത്. ആർക്കും ആരോടും തന്നെ അങ്ങനെയുള്ള ഔദാര്യ മനോഭാവം ഇല്ലാതെ വന്നിരിക്കുന്ന കാലയളവും കൂടി ആയതുകൊണ്ട് ആരുടെ ജ്യോതിഷം നോക്കിയാലും ആദ്യം തന്നെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് നമ്മൾ നോക്കി അറിയേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനം, ഇനി സാമ്പത്തിക ക്ലേശം ഉണ്ടാകാനിടയുണ്ടെന്നും അതൊരു പ്രത്യേക കാലയളവിലാണ് ഉണ്ടാകാനിടയുള്ളതെന്നും അതല്ല എങ്കിൽ ജീവിതകാലം മൊത്തമേ സമ്പത്ത് ഇല്ലാതായിരിക്കാനാണ് ഇടയുള്ളതെന്നും അപ്പോൾ അത് അതുപോലെ തന്നെ പോകാനിടയുണ്ടെന്നും ഒക്കെയുള്ള തിരിച്ചറിവ് വന്നാലുടനെ വ്യാഴത്തിനെ പരിഗണിച്ചുകൊണ്ട് ജ്യോതിഷം നമ്മൾ നോക്കണം. വ്യാഴം ഏതെല്ലാം രാശികളിൽ എങ്ങനെയെല്ലാമാണ് നിലകൊള്ളുന്നതെന്നും ദൃഷ്ടി ചെയ്യുന്നതെന്നും യോഗം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നും ഒക്കെ അറിയുന്നതിലൂടെ നമുക്കതിന് വേണ്ടുന്ന പരിഹാരങ്ങളെക്കുറിച്ച് നിർദ്ദേശം നൽകാൻ കഴിയുന്നതാണ്. വ്യാഴത്തിൻ്റെ പരിഹാരം, വ്യാഴത്തിന് വേണ്ടുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹം, വ്യാഴത്തിൻ്റെ ഗ്രേസ് ലഭ്യമാകാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ആ അനുഗ്രഹം, വ്യാഴത്തിൻ്റെ ദൃഷ്ടി, പ്രഭാവം ഇവയെല്ലാം ഉണ്ടാകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ വ്യാഴത്തിന് വേണ്ടിയാണോ ചെയ്യേണ്ടത്? ധനപരമായ ഉയർച്ചയ്ക്ക് പൊതുവെ വ്യാഴത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ചൊവ്വയും ശുക്രനെയും മറക്കരുത്. ചൊവ്വയ്ക്കും ശുക്രനും ആ പരിഗണന കൊടുത്തിട്ട് ഏത് ദേവതയാണ് ഇവർക്ക് കൂടുതൽ അടിസ്ഥാനപരമായി പറയാനുള്ളത് എന്ന് ചിന്തിക്കണം. ചില ദേവതകൾ സമ്പത്ത് ഉണ്ടാക്കുകയില്ല എന്ന് ധരിക്കുന്നെങ്കിലും ആ ദേവതകൾക്ക് പ്രാധാന്യമുണ്ട്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. ആയുർവേദത്തിൽ ഈ ഹേതുർത്ഥകാരിയും തദർത്ഥകാരിയും ചികിത്സയുണ്ട്. അതുപോലെയാണ് ഇതിനും ചെയ്യുന്നത്. കാരണം തലവേദന വന്ന ഒരാൾക്ക് വയറ്റിൽ ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണം കൊണ്ടാണ് തലവേദന വന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഭക്ഷണ ദഹനത്തിന് വേണ്ടുന്ന മരുന്ന് കൊടുത്താൽ തലവേദന മാറും. ഇതുപോലെ ധനപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞു വെച്ചിരിക്കുന്ന കുറേ ദേവതകൾക്കും അതീതമായിട്ട് നമ്മുടെ ഗ്രഹനിലയിൽ ജീവിതത്തിൽ ദുഃഖം വരുത്താൻ, അല്ലെങ്കിൽ സാമ്പത്തിക ക്ലേശം വരുത്താൻ, അല്ലെങ്കിൽ സമ്പത്ത് തീരെ ഉള്ളതും കൂടെ പോയി കിട്ടാൻ സാധ്യതയുള്ള ഫലത്തെ ഒഴിവാക്കാൻ പറ്റിയ ഗ്രഹം ഏത്, ദേവത ഏത് എന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരം ചെയ്യിക്കണം. അതിന് സാധാരണഗതിയിൽ പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്ന ദേവതാഭാവങ്ങൾ തന്നെ ആവണമെന്നില്ല. അപ്പോൾ വാരാഹി, വിഷ്ണു, ഗണപതി ഇങ്ങനെയൊക്കെയുള്ള പൊതുവായിട്ട് സമ്പത്തിനെ കൊണ്ടുവരുന്ന ദേവതകളെക്കുറിച്ച് നമ്മൾ പറയുമെങ്കിലും ഈ ഓരോ വ്യക്തിയുടെയും ഗ്രഹനില അനുസരിച്ച് അവർക്ക് ഏത് ദേവതയുടെ പ്രീതിയാൽ അതിന് പരോക്ഷമായിട്ട് ധനമായി മാറിക്കോളും അതെല്ലാം എന്ന് നോക്കിയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അത് ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ഒരിക്കലും ആ ദേവത അല്ലെങ്കിൽ ആ ഗ്രഹം സമ്പത്തുണ്ടാക്കാൻ സാധ്യമായതല്ല എന്ന് ബോധ്യപ്പെട്ടാണെങ്കിൽ പോലും അത് പരോക്ഷമായി ധനലാഭം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പറയണം. അത് ഇപ്പം ശനി മോക്ഷകാരകനാണ്, മന്ദൻ എന്ന് പറയുന്ന ശനി. ഇപ്പോൾ മന്ദമായി ചലിക്കുന്ന ശനി മോക്ഷകാരകനാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ കാരകനാണ്, ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുടെ അനന്തതയിലേക്ക് നയിച്ചിട്ട് അവിടെ നിന്ന് ജീവിത അവബോധം ഉണ്ടാക്കി തരുന്ന ഗ്രഹമാണ് എന്നൊക്കെ എല്ലാം അതേ സമയത്ത് മരണകാരകത്വമുണ്ട്. ഇങ്ങനെയുള്ളതെല്ലാം ചിന്തിക്കുമ്പോഴും ആ ശനിയുടെ അനുഗ്രഹത്താൽ ധനം ഉണ്ടാകണമെന്ന് യോഗമുള്ളവരാണെങ്കിൽ ശനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ആയി പറയുന്ന ഏത് ഗ്രഹത്തിനെയാണോ നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത് അതിനു പറ്റിയ ദേവതാഭാവത്തിനെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരണം. എന്നുവെച്ചാൽ ആ ദേവതാഭാവത്തിനെ പ്രീതിപ്പെടുത്തണം. ശനിയുടെ അനുഗ്രഹത്താലേ പണം ഉണ്ടാവുള്ളൂ എന്ന് വരുന്ന സാധാരണ ആത്മീയ പ്രസ്ഥാനക്കാർക്കാണ്. ആത്മീയ വഴിയിലൂടെ എന്ന് വെച്ചാൽ ജപം, തപം, ഇങ്ങനെ ഹോമം ഇങ്ങനെയൊക്കെ ചെയ്തത് വഴിപാടിന് പ്രത്യേകിച്ച് പൈസ വാങ്ങിച്ചുകൊണ്ടല്ലാതെ ആത്മീയ കാര്യങ്ങൾ, വേദാന്തം പോലുള്ള വിഷയങ്ങളൊക്കെ സംസാരിച്ചിരിക്കുക, സ്പിരിച്വൽ ടോക്ക് നടത്തുക, ജ്ഞാനമാർഗത്തെക്കുറിച്ച് പറയുക, ജ്ഞാനയോഗ മാർഗത്തിൻ്റെ ഏറ്റവും ചെറിയ അവസ്ഥയായ വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ എടുക്കുക. ഇതെല്ലാം സ്പിരിച്വൽ ലെവലിൽ ഒന്നാണ്. അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകുന്ന ഒരു വഴികളാണ്. സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ ഘട്ടങ്ങളാണ് വ്യക്തിത്വ വികസന ക്ലാസ്സുകളൊക്കെ. അപ്പോൾ ഇതെല്ലാം സ്പിരിച്വൽ കാര്യങ്ങളുടെ, സ്പിരിച്വാലിറ്റിയുടെ പ്രാഥമിക പാഠങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇതിലൂടെയൊക്കെ ക്ലാസ്സുകൾ നടത്തി ധനമാർജിച്ച് രാജകീയമായി ജീവിക്കാൻ യോഗ്യതയുള്ളത് ശനിയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റിയ ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയേണ്ടത് ശനിയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് യോഗം. അതുകൊണ്ട് ശനിയുടെ അനുഗ്രഹം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ശനിയുടെ അനുഗ്രഹത്തിന് ഏത് ദേവതയാണ് കൂടുതൽ പ്രധാനമായിട്ട് ആരാധിക്കേണ്ടതല്ലേ പ്രീതിപ്പെടുത്തേണ്ടതെന്ന് തിരിച്ചറിയണം. ആ ശനിയുടെ അനുഗ്രഹത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ശനി ഓജരാശിയിലാണോ യുഗ്മരാശിയിലാണോ
ചരസ്ഥിര ഉഭയരാശികളിലാണോ, വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളുടെ സാന്നിധ്യത്തോടെയാണോ, യോഗത്തോടെയാണോ, ദൃഷ്ടിയോടെയാണോ എന്നെല്ലാം അതിൻ്റെ ഉച്ചനീചത്വങ്ങളും സ്വക്ഷേത്ര ബലവും എല്ലാം ചിന്തിച്ചിട്ട് നമ്മൾ ശനിയെ പ്രതിനിധാനം ചെയ്യുന്ന ആ ദേവതയെ കണ്ടെത്തി പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ആത്മീയ മാർഗങ്ങളിലൂടെ ധനാഭിവൃദ്ധിക്ക് യോഗമുള്ളവർക്ക് ശനിയുമായി ബന്ധപ്പെട്ടതോ ശനിയെയോ ഒക്കെയാണ് ആരാധനാമൂർത്തികളായി പറഞ്ഞുകൊണ്ട് സമ്പത്ത് ലഭ്യമാക്കാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെ നേരിട്ട് നോക്കുമ്പോൾ ശനി ഒരിക്കലും അതിനു വേണ്ടിയ ആളല്ലെങ്കിലും ആ വ്യക്തികളുടെ നമ്മൾ ഇതുവരെ പറഞ്ഞ തരത്തിലുള്ള ഗ്രഹനിലയുള്ള വ്യക്തികൾക്ക് അത് കൂടുതൽ ഗുണകരമായിരിക്കും.